ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ഈ സ്റ്റേറ്റിന്റെയും കൺട്രിയുടെ രാജ്ഞിയല്ല, വേൾഡിന്റെ രാജ്ഞിയാണെന്ന് തോന്നും അവരുടെ ഭാവം കണ്ട. മാഡം ഇങ്ങനൊന്നും പറയല്ലേ, സ്വന്തം അമ്മമ്മയാ. അമ്മാമ്മയ്ക്ക് എന്താ കൊമ്പുണ്ട് രാജു? മാഡം തനിക്ക് ഇങ്ങോട്ടിരിക്കാം. പ്രതാപനോട് മാത്രമാണ് ഇരിക്കാൻ പറഞ്ഞത്. പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ പണി പാൽപായസത്തിൽ കിട്ടുവേ. എന്റെ കൺട്രോള് പോകുന്നുണ്ട്, വെറുതെ എന്നെ ഭ്രാന്തനാക്കരുത്. പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ പ്രതാപ. എന്തു പറയാനമ്മേ, നല്ല വിശേഷങ്ങൾ, എല്ലാം നന്നായിട്ട് പോകുന്നു. ഭരണതലത്തിൽ എന്തായാലും നല്ല പ്രഷർ ഉണ്ടാവുമല്ലോ. അതൊക്കെ സ്വാഭാവികമല്ലമ്മേ, എല്ലാ ജോലിക്കും അതിൻ്റെതിലുള്ള പ്രഷർ ഉണ്ടാവും. പിന്നെ പൊളിറ്റിക്സ് ആകുമ്പോ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. നല്ല ഉൾക്കരുത്തുണ്ടായ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശേഖര, അമ്മേ. സുഖം തന്നെയല്ലേ നിനക്ക്? സുഖമാണമ്മേ. യാമിനിയല്ലേ? അതെ അമ്മേ. കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാ. ഇതാരാ? അത് രാജുവാ, എന്റെ പി എ. കുടുംബക്കാരമ്മ സംസാരിക്കുമ്പോ അവിടെ പി എക്ക് എന്താ കാര്യം? രാജു നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയാ. ഞാനങ്ങനെ പറഞ്ഞോന്ന് വെച്ച് താൻ പോണ്ടടോ. കുടുംബാംഗാണെങ്കി താൻ അവിടെ നിന്നോ. ഈ ലക്ഷണം കെട്ടവനായിരിക്കും അംബികയുടെ സൽപുത്രൻ. ഇവനെ കണ്ടാ തന്നെ കരണം നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. ഇവനാണോ അംബികയുടെ മകൻ? അതെ. ഇവനെന്താ തൊഴില്? തൊഴിലൊന്നും ഇല്ലായിരിക്കും. എനിക്ക് തൊഴിലൊക്കെ ഉണ്ട്, അത് എല്ലാവരോടും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തർക്കുത്തരം പറഞ്ഞാ ഞാൻ എന്ത് ശിക്ഷയാ നൽകുന്നതെന്ന് നിന്റെ അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാകും. മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. വലിയ തമ്പുരാട്ടി ഒരു ദന്ത ഡോക്ടർ ആയേക്കാം, ഇവന്റെ പല്ല് തമ്പുരാട്ടി കൊഴിക്കും. ഞാൻ വന്നിരിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പുറകെ പറയാം. ഇപ്പോ എനിക്ക് നല്ല യാത്രാക്ഷീണുണ്ട്, ഒന്ന് ഉറങ്ങണം. മുറി ഏതാ? ആ മുറിയാമേ. ഭദ്രേ. എന്തോ? നീ വാ. ആ, ഇതൊന്ന് പിടിച്ചേ. പിടിക്കത്തില്ല. അതെ, തമ്പുരാട്ടി ഉറങ്ങുമ്പോഴേ ആ പരിസരത്ത് ഒരു ഈച്ച പോലും വന്നേക്കരുത്. ഈറ്റപ്പുലി പെറ്റുകിടക്കുന്ന പോലെയാ. ഉറക്കത്തില് ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ കടിച്ച് കീറിക്കളെ. വലിയ തമ്പുരാട്ടിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതെ ഞാൻ പുറകെ വിശദമാക്കാം.
അയ്യോ, എന്താ ഒരു ഹെഡ് വെയിറ്റ്. ഇങ്ങനെ ഗമ ഉണ്ടാവോ മനുഷ്യന്? തമ്പുരാട്ടിമാര് ഇങ്ങനെയുണ്ടോ? ഇത് ഈ സ്റ്റേറ്റിന്റെയും കൺട്രിയുടെ രാജ്ഞിയല്ല, വേൾഡിന്റെ രാജ്ഞിയാണെന്ന് തോന്നും അവരുടെ ഭാവം കണ്ട. മാഡം ഇങ്ങനൊന്നും പറയല്ലേ, സ്വന്തം അമ്മമ്മയാ. അമ്മാമ്മയ്ക്ക് എന്താ കൊമ്പുണ്ടോ രാജു? ശ്ശോ, മാഡം ഇത് ധിക്കാരാണ്. ഞാൻ എന്റെ അമ്മമ്മയാ വരുന്നെന്ന് കേട്ടപ്പോ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. നല്ല വിളക്ക് പോലത്തെ ഒരു അമ്മമ്മ. ഇതൊരു കടും വെട്ട്. മാഡം എന്താ ഈ പറയുന്ന? മോള് പറയുന്നതൊക്കെ തമാശയായിട്ട് കേട്ട് ചെറിയച്ചൻ ചിരിച്ചതാ. ഇനി ചെറിയച്ചൻ പറയുന്നത് മോള് കൃത്യമായ ആളെ മനസ്സിലാക്കാൻ വേണ്ടിയാ. ജന്മനാ കിട്ടിയ തറവാടിത്തവും പ്രതാപവും കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അത് അമ്മയുടെ ശീലവും സ്വഭാവവും ഒക്കെയാ. ആ കാണുന്ന ക്യാരക്ടറൊന്നും അല്ല അമ്മ. അവരുടെ ഉള്ളിൽ വെറും ശുദ്ധ. ഇത്രയും നല്ലൊരു സ്ത്രീയെ ഞാൻ എന്റെ ആയുസ് കണ്ടിട്ടില്ല. വളരെ നല്ല ക്യാരക്ടറാണെന്ന് ശേഖരേട്ടൻ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അമ്മമ്മയുടെ കൊച്ചുമോളല്ലേ, എന്നോട് ഇത്തിരി കൂടി സ്നേഹം കാണിച്ചൂടെ? ആര് പറഞ്ഞു സ്നേഹമില്ലാന്ന്? ആ കണ്ണുകളിൽ നിറയുമായിരുന്നു മോളോടുള്ള സ്നേഹം. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. സരസ്വതി തമ്പുരാട്ടി പണ്ട് ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. സൂര്യമംഗലം കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഏത് പാവങ്ങൾക്കും അവിടെ കയറി ചെല്ലായിരുന്നു. എന്ത് വിഷമങ്ങളും പറയായിരുന്നു. ആർക്കും എന്ത് ഉപകാരവും ചെയ്യാൻ മടിക്കാത്ത ആളാ. പക്ഷെ അവരുടെ ഭാവം കണ്ട പേടിയാവും. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരോടൊരു മയത്തി പെരുമാറിക്കൂടെ? മോക്ക് അമ്മയെക്കുറിച്ച് ക്രമേണ മനസ്സിലായിക്കോളും. പക്ഷെ തട്ടിപ്പും വെട്ടിപ്പും തരികിട പരിപാടിയൊക്കെ കാണിക്കുന്നവരുടെ ശത്രു തന്നെയാ അമ്മ. സൂര്യമംഗലത്തെ സരസ്വതി തമ്പുരാട്ടി. രാജു, ഞാൻ അമ്മമ്മയെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ചത് തെറ്റാണോ? അത് തെറ്റ് തന്നെയാ മാഡം. എന്തായാലും മാഡത്തിന്റെ അമ്മയുടെ അമ്മയല്ലേ. എന്തായാലും ഇത്രയും വലിയ ആളായ അച്ഛനെന്തിനാ അവരോട് ഇങ്ങനെ വിനയം കാണിക്കുന്ന? ടോട്ടലി ഒരു കൺഫ്യൂഷൻ.